നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസങ്ങളിലും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 12, 2025 ചൊവ്വ. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. തൽഫലമായി 107 സ്റ്റോക്കുകൾക്ക് അവയുടെ 52 വീക്ക് ഹൈ ടച്ച് ചെയ്യുവാൻ സാധിച്ചെങ്കിൽ കൂടിയിട്ടും ഇന്നലെ ക്യാഷ് മാർക്കറ്റിൽ വീണ്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലേഴ്സായി മാറുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. 1202.65 കോടി രൂപയ്ക്ക് സെല്ലിംഗ് നടത്തുകയുണ്ടായി. തത്സമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 5972.36 കോടി രൂപയ്ക്ക് ബൈ നടത്തിക്കൊണ്ട് നമ്മുടെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയും ദൃശ്യമാവുകയുണ്ടായി. ഇനി ഇന്നത്തെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ CPI, WPI ഇൻഫ്ലേഷൻ ഡേറ്റകൾ ഇന്ന് വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 5:30 റിലീസ് ചെയ്യും. അതുകൂടാതെ ഇന്നാണ് യുഎസും ചൈനയും തമ്മിലുള്ള ട്രേഡ് താരിഫിന്റെ പോസിന്റെ ഡെഡ് ലൈൻ. മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ പോസ് നീട്ടി നൽകുമെന്നാണ്. എങ്കിലും ഇന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം ട്രേഡ് ഡീലിന്റെ പോസ് നീട്ടി നൽകുമോ ഇല്ലയോ എന്നൊക്കെ. മാത്രമല്ല ഇന്ന് ഗ്ലോബലി പ്രധാനപ്പെട്ട ഒത്തിരി ഗ്ലോബൽ ഇവന്റ്സുകൾ ഉണ്ട്. അവയൊക്കെ നമുക്ക് വിശദമായി തന്നെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായ നേട്ടത്തിന്റെ ഫലമായിട്ട് നിഫ്റ്റിക്ക് അതിന്റെ 100-day EMAയുടെ മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് നിഫ്റ്റിക്ക് മുൻപോട്ട് ഒരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം 24,650 എന്ന ലെവലിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തേക്കാം. തുടർന്ന് 24,800, 24,850 എന്ന ലെവലുകളിലും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം റെസിസ്റ്റൻസ് ഫേസ് ചെയ്തേക്കാം. തുടർന്ന് 25,000 എന്ന സൈക്കോളജിക്കൽ ലെവലിലും. ഇനി നിഫ്റ്റി അതിന്റെ 100-day EMA സപ്പോർട്ട് ഭേദിച്ചുകൊണ്ട് ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 24,330 എന്ന ലെവൽ അടുത്ത സപ്പോർട്ടായിട്ട് മാറിയേക്കാം. അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 24,200 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത പ്രധാനപ്പെട്ട സപ്പോർട്ട് ആയേക്കാം. കാരണം 24,200 എന്ന ലെവലിലാണ് നിഫ്റ്റിയുടെ 200-day EMA സ്ഥിതി ചെയ്യുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,000 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് സൈക്കോളജിക്കൽ മാത്രമല്ല ക്രൂഷ്യൽ ആയിട്ടും ഒരു സപ്പോർട്ട് കൂടിയാണ്. കാരണം 24,000 എന്ന ലെവലിലാണ് നിഫ്റ്റിയുടെ 50 വീക്ക് EMA സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊക്കെ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങളാണ്. ഈ ലെവലുകൾ വിശദീകരിച്ചത് എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടി മാത്രമാണ്, ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല. ഇന്നലെ ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക്, ഡോക്ടർ റെഡ്ഡീസ് ADRകൾ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ HDFC ബാങ്ക്, ICICI ബാങ്ക്, ഇൻഫോസിസ്, വിപ്രോ ADRകൾ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയും ദൃശ്യമായി. HDFC ബാങ്ക് ADRൽ 0.84% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റ്സിലേക്ക് വരുമ്പോൾ രാവിലെ 10 മണിയോടുകൂടി ഓസ്ട്രേലിയയിൽ നിന്നും RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട്. 11:30 UK നിന്നും ജൂൺ മാസത്തെ അൺഎംപ്ലോയ്മെന്റ് ഡാറ്റ റിലീസ് ചെയ്യുന്നുണ്ട്. ഉച്ചതിരിഞ്ഞ് 2:30 ജർമ്മനിയിൽ നിന്നും ഓഗസ്റ്റ് മാസത്തെ ന്യൂ ഇക്കണോമിക് സെന്റിമെന്റ്സ് ഡാറ്റ റിലീസ് ചെയ്യുന്നുണ്ട്. വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 6 മണിയോടുകൂടി US നിന്നും ജൂലൈ മാസത്തെ വിവിധ തരത്തിലുള്ള ഇൻഫ്ലേഷൻ ഡാറ്റകൾ റിലീസ് ചെയ്യുന്നുണ്ട്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ക്യാഷ് മാർക്കറ്റിൽ വിറ്റഴിക്കുമ്പോഴും ഫ്യൂച്ചർ മാർക്കറ്റിലെ ഷോർട്ട് പൊസിഷനും 82.8 എന്ന ഉയർന്ന നിലയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 53 പോയിന്റുകളുടെ നേട്ടത്തിലാണെങ്കിലും ഇന്നലെ S&P 500ഉം നാസ്ഡാക്ക് ഒക്കെ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് US നിന്നും ദൃശ്യമായത്. ഇന്നലെ US മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം NVIDIA, അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ ചൈനയിൽ സെയിൽസ് നടത്തുന്ന അഡ്വാൻസ് ചിപ്പിൽ നിന്നും 15% റവന്യൂ അമേരിക്കൻ ഗവൺമെന്റ് ഈടാക്കുമെന്നുള്ള തീരുമാനം വന്നതിനെ തുടർന്നാണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ ഫോൾ ദൃശ്യമായത്. യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ UK മാർക്കറ്റ് നേട്ടത്തോടു കൂടിയിട്ടും ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ നഷ്ടത്തോടു കൂടിയിട്ടുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് ആയ ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് 2% നേട്ടത്തോടു കൂടിയും കൊറിയൻ മാർക്കറ്റ്
1% നേട്ടത്തോടു കൂടി വ്യാപാരം തുടങ്ങിയിട്ടുണ്ട്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡും ക്രൂഡ് ഓയിലും ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഗോൾഡിൽ നേരിയ ഉയർച്ചയും അനുഭവപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് സ്പെസിഫിക് ആയിട്ട് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.48 എന്ന ലെവലിൽ നിന്നും ഇന്നലത്തെ റാലിയോടുകൂടി 0.99 എന്ന നിലയിലേക്ക് മാറി മറിയുകയുണ്ടായി. മാക്സ് പെയിൻ 24,550 എന്ന നിലയിലും. ഇന്നലത്തെ റാലിയോടുകൂടി നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ ലോങ് ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ തന്നെയാണ് ദൃശ്യമാകുന്നത്. വീക്ക്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിലേക്ക് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,050 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. 24,400 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് സൈഡിലേക്ക് ദൃശ്യമാകുന്നത്. തത്സമയം അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും ദൃശ്യമാകുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.76 എന്ന നിലയിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. മാക്സ് പെയിൻ 55,500 എന്ന നിലയിലും. ബാങ്ക് നിഫ്റ്റിക്കും ഇന്നലത്തെ റാലിയോടുകൂടി അതിന്റെ 100-day EMAയുടെ മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. തൽഫലമായി ഡെയിലി ചാർട്ട്സിൽ ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും ദൃശ്യമാകുന്നത്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ കാണുവാൻ സാധിക്കുന്നത്. തത്സമയം 55,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. പുട്ട് സൈഡിലേക്ക് 54,900 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഹോം ഫസ്റ്റ് ഫൈനാൻസ് സർവീസസ്, കോട്ടക് മഹീന്ദ്ര മ്യൂച്വൽ ഫണ്ട്, സിറ്റി ഗ്രൂപ്പ് തുടങ്ങി മറ്റുള്ള മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഇന്നലെ ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി 1,307 കോടി രൂപ മൂല്യം വരുന്ന അഥവാ 10.64% സ്റ്റേക്ക് സ്റ്റോക്കിൽ ബൈ ചെയ്തു എന്നുള്ള വാർത്തകൾ. ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ IPO ഇന്ന് ലിസ്റ്റ് ചെയ്യും. യൂഗ്രോ ക്യാപിറ്റൽ നെറ്റ് പ്രോഫിറ്റിൽ 12% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 30.36 കോടി രൂപയിൽ നിന്നും 34 കോടി രൂപയായി ഉയർച്ച രേഖപ്പെടുത്തി. അതേസമയം റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 414 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അഫീസ് സ്പേസ് 258% ഉയർച്ച നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിക്കൊണ്ട് 2.79 കോടി രൂപയിൽ നിന്നും 9.98 കോടി രൂപയായി ഉയർച്ച രേഖപ്പെടുത്തി. തത്സമയം റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 335 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ട്രാവൽ ഫുഡ് സർവീസസ് നെറ്റ് പ്രോഫിറ്റിൽ 66% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 55.42 കോടി രൂപയിൽ നിന്നും 92 കോടി രൂപയായി ഉയർന്നു. തത്സമയം റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 8% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. SGVN നെറ്റ് പ്രോഫിറ്റിൽ 36% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 357 കോടി രൂപയിൽ നിന്നും 228 കോടി രൂപയായി ചുരുങ്ങി. തത്സമയം റവന്യൂവിൽ ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 917 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. BEML നെറ്റ് ലോസ് 70 കോടി രൂപയിൽ നിന്നും 64 കോടി രൂപയായി ചുരുക്കുകയുണ്ടായി. തത്സമയം റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് അൺചേഞ്ച്ഡ് ആയിട്ട് നിലനിർത്തിക്കൊണ്ട് 634 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.